നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്കിടയിൽ എയർ ഇന്ത്യ വിമാനങ്ങൾ റൂട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇറാനിലേക്കും ഇസ്രായേലിലേക്കും പോകരുത് എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് എയർ ഇന്ത്യ റൂട്ട് മാറ്റിയിരിക്കുന്നത്. സിറിയയിലെ ഇറാൻ എംബസി ആക്രമിച്ച് 2 മുതിർന്ന ജനറൽമാരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ ഇറാൻ നൽകിയിട്ടുമുണ്ട്. എന്തായാലും എയർ ഇന്ത്യയുടെ വിമാനം ഇന്ന് രാവിലെ ഇറാൻ വ്യോമപാത ഒഴിവാക്കിയാണ് സഞ്ചരിച്ചത്. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സർവീസിനിടെ വളഞ്ഞ വഴിയാണ് എയർ ഇന്ത്യ വിമാനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ അധിക ദൈർഘ്യമുള്ള ഒരു പാതയാണിത്. യൂറോപ്പിലേക്കുള്ള എയർ ഇന്ത്യയുടെ എല്ലാ വിമാന സർവീസുകളും ഇനി ഈ പാതയിൽ കൂടെ തന്നെയായിരിക്കും നീങ്ങാനുള്ള സാധ്യതയും. യൂറോപ്പിലേക്കുള്ള എല്ലാ യാത്രക്കാർക്കും ഇറാന്റെ ആകാശപാത ഒഴിവാക്കിക്കൊണ്ടായിരിക്കും എയർ ഇന്ത്യ വിമാനങ്ങൾ യാത്രാ സൗകര്യം ഒരുക്കാൻ പോകുന്നത്. ഇതിലൂടെ യാത്രക്കാർക്ക് സമയനഷ്ടം മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്, ഭാരിച്ച പണച്ചിലവ് കൂടിയായിരിക്കും. അതേസമയം ഗൾഫിൽ നിന്നുള്ള യാത്രക്കാർക്ക് ആശങ്കയ്ക്ക് വകയില്ല. കാരണം സൗദി അറേബ്യ, ഖത്തർ, UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഇറാൻ വ്യോമപാതയുടെ തെക്കൻ ഭാഗത്തുകൂടിയാണ് സാധാരണയായി സഞ്ചരിക്കാറുള്ളത്. ഭീഷണിയില്ലാത്ത ഒരു പ്രദേശമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ മുന്നോട്ടും ഈ ഒരു പാത തന്നെ തെരഞ്ഞെടുത്ത് പോകാനാണ് സാധ്യത. GCC യാത്രക്കാർക്ക് ആശങ്ക വേണ്ട എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യുദ്ധമുണ്ടായാൽ ഈ സാഹചര്യവും മാറി മറിയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.